ഞാനാണ്, ഭയപ്പെടേണ്ട. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇന്ന് നാം ധ്യാനിക്കുന്നത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 16 മുതൽ 24 വരെയുള്ള വാക്യങ്ങളാണ്. 5 അപ്പവും 2 മീനും വർദ്ധിപ്പിച്ച ആയിരക്കണക്കിന് ആളുകൾക്ക് നൽകിയ അത്ഭുതത്തിന് ശേഷം സംഭവിക്കുന്ന ഒരു സംഭവമാണിത്. ജനങ്ങൾ തന്നെ രാജാവാക്കാൻ ശ്രമിക്കുന്നുവെന്ന് മനസ്സിലാക്കിയ ഈശോ തനിയെ മലമുകളിലേക്ക് പ്രാർത്ഥിക്കാനായി പിന്മാറുന്നു. അതേസമയം ഈശോയുടെ നിർദ്ദേശപ്രകാരം ശിഷ്യന്മാർ വഞ്ചിയിൽ കഫർനാമിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ്. ഈ സുവിശേഷം കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ പഴയ നിയമത്തിലെ ഒരു സംഭവം നമുക്ക് ഓർക്കാം. മോശയുടെ നേതൃത്വത്തിൽ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ ജനം ചെങ്കടലിന് തീരത്തെത്തിയപ്പോൾ മുന്നിൽ കടലും പിന്നിൽ ഫറവോന്റെ സൈന്യവും കണ്ടു. അവർ ഭയപ്പെട്ടു. മനുഷ്യന്റെ കാഴ്ചപ്പാടിൽ വഴിയില്ലാത്ത ഒരവസ്ഥ. എന്നാൽ ദൈവം കടൽ വിഭജിച്ച് തൻ്റെ ജനത്തെ സുരക്ഷിതമായി മറുകരയിലെത്തിച്ചു. അപകടത്തിൻ്റെ നടുവിൽ തൻ്റെ സാന്നിധ്യവും കരുതലും വെളിപ്പെടുത്തിയ ദൈവത്തെയാണ് നാം ഇവിടെ കാണുന്നത്. ഇന്നത്തെ സുവിശേഷത്തിലും സമാനമായ ഒരു സാഹചര്യമാണ്. രാത്രിയായിരിക്കുന്നു, ശക്തമായ കാറ്റ് വീശുന്നു, കടൽ ശോഭിക്കുന്നു, ശിഷ്യന്മാർ ഭയപ്പെടുന്നു. ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ അവസ്ഥയും ഇതുപോലെയാണ്. എന്തുകൊണ്ടാണ് ഈ യാത്ര, എന്തുകൊണ്ടാണ് ഈ പരീക്ഷണം എന്ന ചോദ്യങ്ങൾക്ക് പലപ്പോഴും വ്യക്തമായ ഉത്തരങ്ങൾ ലഭിക്കാറില്ല. എന്നാൽ ദൈവഹിതമാണെന്ന് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോവുക എന്നതാണ് വിശ്വാസത്തിൻ്റെ വഴി. അത്തരമൊരു സമയത്താണ് ഈശോ വെള്ളത്തിന് മീതെ നടന്നുകൊണ്ട് ശിഷ്യന്മാരുടെ അടുത്തേക്ക് വരുന്നത്. അവനെ കണ്ട് ശിഷ്യന്മാർ ഭയപ്പെടുന്നു. എന്നാൽ ഈശോ അവരോട് പറയുന്നു, ഞാനാണ്, ഭയപ്പെടേണ്ട. യോഹന്നാന്റെ സുവിശേഷത്തിൽ അത്ഭുതങ്ങൾ ശക്തിയുടെ പ്രകടനമല്ല, അവ ഈശോ ആരാണെന്ന് വെളിപ്പെടുത്തുന്ന അടയാളങ്ങളാണ്. കടലിന്മേലെ നടക്കുന്നതിലൂടെ ഈശോ തൻ്റെ ദൈവത്വം വെളിപ്പെടുത്തുന്ന പഴയ നിയമത്തിൽ ദൈവം തൻ്റെ ജനത്തോട് ആവർത്തിച്ച് പറഞ്ഞ അതേ സന്ദേശം തന്നെയാണ് ഈശോയും നമുക്കിന്ന് നൽകുന്നത്. ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ഇവിടെയാണ് ശിഷ്യന്മാരുടെ പ്രതികരണം ശ്രദ്ധേയമാകുന്നത്. അവർ ഈശോയെ വിശ്വാസത്തോടെ വഞ്ചിയിലേക്ക് സ്വീകരിക്കുന്നു. യോഹന്നാൻ എഴുതുന്ന വളരെ മനോഹരമായ ഉടനെ അവർ വഞ്ചിയിൽ കയറി ലക്ഷ്യമിട്ടിരുന്ന കരയിലെത്തി. ഈ വചനം നമ്മുടെ ജീവിതത്തിലും ഒരു വലിയ സന്ദേശമാണ് നൽകുന്നത്. ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും ഉടനെ അവസാനിക്കുമെന്ന് ഈശോ വാഗ്ദാനം ചെയ്യുന്നില്ല. എന്നാൽ അവൻ നമ്മുടെ ജീവിതത്തിൻ്റെ വഞ്ചിയിൽ ഉണ്ടായിരിക്കുമ്പോൾ നമ്മുടെ യാത്ര ലക്ഷ്യത്തിലെത്തുമെന്ന് ഉറപ്പാണ് നൽകുന്നത്. അവൻ്റെ സാന്നിധ്യമാണ് നമ്മുടെ ഏറ്റവും വലിയ സുരക്ഷ. ഇന്ന് സഭയും ലോകവും കുടുംബങ്ങളും ഓരോ വ്യക്തി ജീവിതവും പലവിധ പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ്. നമ്മുടെ ജീവിത വഞ്ചി പലപ്പോഴും ശക്തമായ കാറ്റിലും തിരകളിലും ആടിയുലയാം. അത്തരമൊരു നിമിഷത്തിലും ഈശോ ഇന്നും നമ്മോട് പറയുന്നു, ഞാനാണ്, ഭയപ്പെടേണ്ട. ആ ശബ്ദം തിരിച്ചറിയുവാനും അവനെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യുവാനും നമുക്ക് കഴിയണം. കാരണം ഈശോയെ സ്വീകരിക്കുന്ന ജീവിതം ഭയത്തിൽ നിന്ന് വിശ്വാസത്തിലേക്കും, ആശയക്കുഴപ്പത്തിൽ നിന്ന് സമാധാനത്തിലേക്കും, അനിശ്ചിതത്വത്തിൽ നിന്ന് ദൈവം നിശ്ചയിച്ച ലക്ഷ്യത്തിലേക്കും നമ്മെ നയിക്കും. ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്കും സ്വയം ചോദിക്കാം, ജീവിതത്തിലെ കൊടുങ്കാറ്റുകൾക്കിടയിൽ ഞാൻ ആരെയാണ് ആശ്രയിക്കുന്നത്? എൻ്റെ ഭയങ്ങൾക്കിടയിൽ ഈശോയുടെ ശബ്ദം ഞാൻ കേൾക്കുന്നുണ്ടോ? എൻ്റെ ജീവിത വഞ്ചിയിലേക്ക് അവനെ ഞാൻ സ്വീകരിക്കുവാൻ തയ്യാറാണോ? അങ്ങനെയെങ്കിൽ ഏത് കൊടുങ്കാറ്റിനിടയിലും പ്രത്യാശയോടെ മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയും. കാരണം നമ്മുടെ കൂടെയുള്ളവൻ ലോകത്തിൻ്റെ രക്ഷകനായ ക്രിസ്തുവാണ്. ഈ വിശ്വാസത്തിൽ ജീവിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമീൻ.